ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. അതിഥി തൊഴിലാളികൾ കൂലി വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പോലീസിന് നൽകിയ പരാതിയിൽ ചർച്ച നടന്നു. हम लोग नहीं रहता है इतना दे दो ऐसा करो ऐसा नहीं बोलो आप लोग का हम काम देख के हम लोग आपको अच्छा लगेगा तो 50 रुपया बहुत ज्यादा मैं क्या पूछ रहा हूँ. നിലവിൽ നൽകിയിരുന്ന കൂലിയിൽ ജോലി ചെയ്യുമെന്ന് തൊഴിലാളികൾ സമ്മതിച്ചതായി അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. എരുമപ്പെട്ടി പോലീസിന്റെ സാന്നിധ്യത്തിൽ കരാറുകാരും തൊഴിലാളികളും നടത്തിയ ചർച്ചയിലാണ് കൂലിത്തർക്കത്തിന് പരിഹാരമായത്. നിർമ്മാണ മേഖലയിലെ ഹെൽപ്പർ വിഭാഗത്തിലുള്ള അതിഥി തൊഴിലാളികളാണ് കൂലി സ്വയം വർദ്ധിപ്പിച്ചത്. നിർമ്മാണ മേഖലയിലെ ഒരു തൊഴിലാളിക്ക് 840 രൂപ കൂലിയും ഭക്ഷണവുമാണ് ലേബർ ഓഫീസിൽ നിന്നും നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ 900 രൂപയും ഭക്ഷണവും കരാറുകാർ നിലവിൽ നൽകുന്നുണ്ട്. 1200 രൂപയും ഭക്ഷണവും വേണമെന്നാണ് അതിഥി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഈ കൂലി നൽകിയാൽ കെട്ടിട നിർമ്മാണങ്ങൾ കരാറെടുത്തവർക്ക് ഭീമമായ നഷ്ടം സംഭവിക്കുമെന്നാണ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. 1200 രൂപയാണ് ഒരു മെയിൻ പണിക്കാരൻ്റെ കൂലി. പുരുഷ ഹെൽപ്പർമാർക്ക് 900 രൂപയും സ്ത്രീ ഹെൽപ്പർമാർക്ക് 700 രൂപയും ഇതോടൊപ്പം ഭക്ഷണവും നൽകുന്നുണ്ട്. എന്നാൽ വർക്ക് സൈറ്റിലെത്തുന്ന തൊഴിലാളികൾ അധിക കൂലി നൽകാത്തതിനാൽ തൊഴിലെടുക്കാതെ മടങ്ങിപ്പോവുകയാണ്. ഇതിനെ തുടർന്നാണ് ലേബർ ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും അസോസിയേഷൻ പരാതി നൽകിയത്.